അതെ, കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോണേന്നു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര തന്നെ ഫുൾ ഓണാണ്. അതായത് ക്രിസ്മസ് പിന്നെ അടുത്തത് ഇപ്പൊ ഇങ്ങനെ സെറ്റ് ആക്കി കൊണ്ടിരിക്കണ ഏറ്റവും അവസാനമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഇതുണ്ട്, കരിമരുന്ന് പ്രയോഗം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. EP വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇതാ നമ്മള് വേങ്ങര സഭാ സ്ക്വയറിലാണുള്ളത്. ഇവിടെ ന്യൂ ഇയർ 2026 ഭാഗമായിട്ട് ഒരു യമന്തൻ കേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വേളയിലാണ് നമ്മളുള്ളത്. ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് കണ്ട ഒരു മെഗാ മ്യൂസിക് നൈറ്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ അവസാന ലെയർ ഒരുക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ ഇതൊരു ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, സഭാ സ്ക്വയറിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ 2026 അതിന്റെ ഇതിൽ പിന്നെ ഒരു ഫ്ലോറൽ ഡെക്കറേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെയർ, പിന്നെ അടുത്തത് ഇപ്പൊ ഇങ്ങനെ സെറ്റ് ആക്കി കൊണ്ടിരിക്കണ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു യമണ്ട കേക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് ഇതിപ്പോ 200 സ്ക്വയർ ഫീറ്റ് അല്ല, 200 സ്ക്വയർ ഫീറ്റില് 250 കിലോ കേക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫൈനൽ ടച്ചപ്പിലാണ് ഇപ്പൊ ഫൈനൽ ടച്ചപ്പ് അല്ല, ഇനി ഒരു ലെയർ കൂടി വെക്കാനുണ്ട്. വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു കേക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് കേക്ക് വലുതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്ര വലുത് ആദ്യമായിട്ടാണ്. കേക്കിന്റെ എല്ലാ കാര്യം പറയാനില്ല. ഇന്ന് കേരളത്തിൽ തന്നെ ഇത്രയും വെയിറ്റിലുള്ള കേക്ക്, ഇത്രയും സ്ക്വയർ ഫീറ്റ് കേക്ക് എവിടെ മുറിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് വേങ്ങരക്ക് ആദ്യമായിട്ടാണ്. പണ്ടൊക്കെ നമ്മള് എന്താ പറയാ, ന്യൂ ഇയർ ആകുമ്പോ മുറ്റത്തെ മുല്ലക്ക് മണമല്ലാതെ പോലെ പുറത്തേക്ക് പോലെ ഇന്ന് നാട്ടിൽ തന്നെ ഞങ്ങൾ മുല്ലന്റെ മണം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വേങ്ങരക്കാരുടെ സ്വകാര്യ അഹങ്കാരം ഞങ്ങള് വേങ്ങര കുട്ടി നമ്മള് പറഞ്ഞാൽ ആദ്യമൊക്കെ പറഞ്ഞാല് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകും, നമ്മൾ വേറെ എവിടെയെങ്കിലും പോലാണ്. അതെ, കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോണേന്നു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര തന്നെ ഫുൾ ഓണാണ്. അതായത് ക്രിസ്മസിന്റെ ശേഷം ഈ ഒരു ഏരിയയിൽ ഫുൾ ആളാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ കഴിഞ്ഞിട്ട് വേറെ ആരും ഉണ്ടാവുള്ളൂ. ഇതേപോലത്തെ സംഗതി മുമ്പ് എവിടെയെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? കേക്കിന്റെ ഫസ്റ്റ് ടൈം ആണ് നമ്മളെ ഇതേപോലെ. ഇതിന് മുന്നേ എന്താ പറയാ, നമ്മളെ തൃശ്ശൂർ റൗണ്ടിന്റെ ഉള്ളില് കേക്ക് അസോസിയേഷൻ കംപ്ലീറ്റ് റൗണ്ടിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പരിപാടിയാണ്. ന്യൂ ഇയർ എന്നല്ല, എന്തോ ഒരു അസോസിയേഷന്റെ പരിപാടിന്റെ ഭാഗമായിട്ട്. എന്നാ പിന്നെ ഇവിടെ മനോഹരമായ ഇവന്റ് കാണികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫുള്ള് എടുത്തിരിക്കുന്നത് അലീഖാനും ആർവിയാണ്. രാഹുൽ വേങ്ങരൊക്കെ ഈ ഒരു പരിപാടി ഇത്ര മനോഹരമായിട്ട് നല്ല നാട്ടുകാർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മുൻകൈ എടുത്താണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ എന്താണ് ഈ ഒരു ഇതിനെ കുറിച്ച്? ഇന്നത്തെ ദിവസം എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായിക്കാണ്ട് ഒരു മനയിക്കാണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മള് വേങ്ങരയിൽ ഇതുപോലെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതിന്റെ വീഡിയോ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് മാത്രല്ല, ഇന്ന് ന്യൂ ഇയറിന് അനുബന്ധിച്ചിട്ട് ആണ് ഈ പരിപാടി നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗാനമേള ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കേക്ക് കട്ടിംഗ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം 12 മണിക്ക് അതിഗംഭീരമായിട്ടുള്ള ഇതുണ്ട്, കരിമരുന്ന് പ്രയോഗം. എല്ലാം അടിപൊളി പരിപാടിയാണ്. അലിഖാൻ ഇന്നത്തെ ഈ ഒരു പരിപാടിനെ കുറിച്ച്? പരിപാടി പൊളിയല്ലേ, പരിപാടി നൈസ്. ഞങ്ങള് മുഴുവൻ പരിപാടിക്ക് നമുക്ക് കൂടാൻ പറ്റില്ല. അപ്പൊ വി ആർ എക്സ്പെക്ടിങ് EP വ്ളോഗ്സ് ഫോർ കംപ്ലീറ്റ് പരിപാടിന്റെ ഒരു റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വ്ളോഗ് ലാസ്റ്റ് കാണാം. ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് വർക്ക്സ് ഓവർ ഹിയർ. അതുകൊണ്ട് EP വ്ളോഗ്സ് എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. താങ്ക്സ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതാക്കുന്നത്. പിന്നെ അതിന്റെ മേലെ ക്രീം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അതിന്റെ മേലെ ഡെക്കറേഷൻ ആ രീതിയിലാണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവില്. ന്യൂ ഇയറിന് പറഞ്ഞാല് എല്ലാ വർഷവും ഇപ്പൊ നമ്മളൊക്കെ ഞാനടക്കമുള്ള ആളുകള് ഒന്നേ കാലിക്കറ്റ് ബീച്ച് പോകും, അല്ലെങ്കിൽ വയനാട് പോകും, ഇപ്പൊ അങ്ങനത്തെ കുറെ സ്ഥലം ബാംഗ്ലൂർ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. ഞാനൊക്കെ ചെറുപ്പകാലങ്ങളിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മള് വേങ്ങരയിൽ ഇപ്പൊ നമ്മൾ ഈ സഭാ സ്ക്വയർ വന്നപ്പോ ഓരോ ദിവസവും നമ്മള് പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഇപ്പൊ നമ്മളെ ഈ ക്രിസ്മസ് കരോള് കണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് വന്നൊരു സംഭവമാണ്. പക്ഷെ എത്രങ്ങാനും കുട്ടികളാണ് അത് എൻജോയ് ചെയ്തത്. പ്രത്യേകിച്ച് നമ്മളെ ഇവിടുത്തെ ഈ ചെറിയ ചെറിയ മക്കള്, അവരെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണ്. പിന്നെ ഞങ്ങള് വേങ്ങരക്കാര് അങ്ങനെ തന്നെ പറയാ, ഇന്റെ വേങ്ങരക്കാര് പറയുമ്പോ നമുക്കൊരു ശരിക്കും നല്ലൊരു ഫീൽ ചെയ്യും.
കാരണം കുറെ ആളുകൾക്ക് ഇതൊക്കെ കാണാനുള്ള സൗകര്യം, വന്നിരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടാക്കിയതിന് പുറമെ ന്യൂ ഇയർ ഇപ്പൊ ഇതൊരു തുടക്കമാണ്. ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വർഷത്തിന്റെ തുടക്കം, അതായത് പുതിയ കുട്ടികൾക്ക്. പിന്നെ ഒന്നാമത് സ്കൂൾ വെക്കേഷൻ കാലമാണ്, ഇപ്പൊ ക്രിസ്മസ് വെക്കേഷനാ. അപ്പൊ നിറയെ കുട്ടികളും ലേഡീസും ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. അതുപോലെ പല സമയമായിട്ട് ഇവിടെ ചെലവാക്കുന്നത് ഈ രൂപത്തില്, അതായത് ഇത്ര നല്ല വൈബോട്ട് നല്ലൊരു ഗാനമേള വെച്ച് നമ്മള് പറഞ്ഞാൽ ഇവിടുത്തെ യൂത്ത് ആണ്, ഇവിടുത്തെ ഈ ബാങ്കറിയിലെ യൂത്ത് വെച്ചൊരു പരിപാടിയാണ് ഈ ഗാനമേള. അതിന്റെ പുറമെ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 250 കിലോ ആണെന്ന് തോന്നുന്നത് ഒരു കേക്ക്. അങ്ങനെ പറഞ്ഞ് 250 കിലോ ഒരു കേക്ക്. കാരണം അതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. അതിന്റെ ഒക്കെ പുറമെ ഏകദേശം ഒരു 4 ലക്ഷം റുപ്യന്റെ ഫയർ വർക്ക്. അത് കാരണം നമ്മളെ ശിവകാശി അവരോട് നമ്മൾ അതിന് ഭയങ്കര താങ്ക്സ് പറയണം. കാരണം അവരെ ഏറ്റവും ലേറ്റസ്റ്റ് കുറെ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ പരിപാടി ഇലക്ട്രിക്കലാണ് അവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പുതിയ അനുഭവമാണ്. കാരണം നമ്മൾ ഫുട്ബോളൊക്കെ വരുമ്പോൾ അതിലും കൂടി ഉപയോഗിക്കാനുള്ള രൂപത്തിലാണ് ഈ ഒരു ഫയർ വർക്ക്സ് ഇവിടെ ചെയ്യുന്നത്. തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു നല്ല രസമായിട്ട്, അതായത് ഇതൊരു ബോർ പരിപാടി ഒന്നും അല്ലല്ലോ, അല്ല ഒരു ഇതൊന്നുമല്ല. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ചും കുട്ടികളും ലേഡീസും അവർക്കൊക്കെ ഭയങ്കര എൻജോയ്മെന്റ്. ജെൻസിന് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എവിടെ പുറത്തൊക്കെ പോവാം, ഇവർക്ക് പോകാൻ കഴിയൂല. പ്രത്യേകിച്ച് ഇന്ത്യ ഭയങ്കരക്കാർക്ക് പുറത്തു പോകാൻ കഴിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ വെച്ച്. തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് പുതിയ പുതിയ പരിപാടികൾ സഭാസ്കർ കൊണ്ടുവരും. സഭാസ്കർ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകൾക്ക് ഒക്കെ ഇവിടെ ഇരുന്ന് കാണാനുള്ള ഒരു സൗകര്യം എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഫസ്റ്റ് ആയിരിക്കും ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അഭിപ്രായം വേറെ എവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അല്ലേ ഉള്ളൂ, കോഴിക്കോടല്ലേ ഉള്ളൂ. അപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മളെ ഭീമാകാരമായ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് ഏകദേശം കുറെ ഈ ഇവലെ വേണ്ടിയില്ല എത്ര ആൾക്കാര് ഇവലെ എത്ര ദിവസത്തെ വർക്ക് അറിയത്. ഇത് കുറെ ദിവസമായി ഇതിന്റെ ഹോംവർക്ക് കുറെ ഉണ്ട്. കാരണം ഒരു കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കി തിന്നതല്ല. ഇത്രയും വലിയ കേക്ക് എന്റെ അഭിപ്രായം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ ആരും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ആദ്യം പറഞ്ഞാൽ 150 കിലോ, ഇപ്പൊ 300 കിലോയാണ്. പൈസ എത്ര ആണെന്ന് പഠിച്ചോനറിയത്. അതിനകത്ത് പൈസ ഒന്നും തോന്നുന്നുണ്ട്. ബില്ല് വരുമ്പോ അറിയാം. കാരണം എന്താ പറഞ്ഞാൽ അത്രയും രസാക്കിയാണ്. കാരണം ഞാൻ എന്താ പറഞ്ഞാൽ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇതിന് പണി തുടങ്ങിയിട്ട്. ഇന്നൊക്കെ എന്ന് പറഞ്ഞാല് സുബീക്ക് വലിയ പോയിട്ടില്ല തോന്നണേ. രാവിലെ വന്ന് ഈ പണിയാണ്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ഭയങ്കര കച്ചറ ഉറപ്പാണ്. അവിടെ ഊക്കം കച്ചറ കാര്യങ്ങളൊക്കെ ഇപ്പൊ പോകുന്നതാണ്. ഏതായാലും നല്ലൊരു കാരണം വേങ്ങരക്ക് ഇത് വലിയൊരു അനുഭവമാണ്. കാരണം നമ്മളെവിടെയും കണ്ടില്ല. പിന്നെ നമ്മൾ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആദ്യമായിട്ട് ഈ കാരണം വേങ്ങരയിൽ നടത്തുക. കാരണം നമ്മളെ ഈ നാട്ടുകാർക്ക് വേങ്ങരക്കാർക്ക് സന്തോഷിക്കാൻ പറഞ്ഞ സഭാ സ്ക്വയർ ഉണ്ട്. ആ സഭാ സ്ക്വയറുടെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഓരോ ഇവന്റുകളാണെങ്കിൽ നമ്മൾ വെക്കാൻ പറ്റുന്നത്. കാരണം ലേഡീസ് കുട്ടികള് അവർക്കൊക്കെ സന്തോഷം ഉണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ നാടിന് സന്തോഷം. ഇപ്പൊ ഇവരെല്ലാരും എന്ന് പറഞ്ഞാൽ ഇവരെന്നല്ല കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര റിലീഫാ. കൂടുതൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ പറയുക, അമ്മായിമാരെ കുറ്റം പറയുന്നുള്ള വേറെ കൂടി ഉണ്ട്. ഇല്ലേ, നിങ്ങളെ കുറ്റം പറയില്ല. ഇപ്പൊ അത് ഇല്ലട്ടാ, അതൊരു തമാശ പറഞ്ഞാണ്. ഇപ്പൊ അങ്ങനത്തെ ആ കാലഘട്ടം ഇപ്പൊ തന്നെ ഭയങ്കര രസമായിട്ട് ഇവരിത് പേരക്കുട്ടികളെ വലിയ എൻജോയ്മെന്റ് ചെയ്യുന്ന എത്ര 200 സ്ക്വയർ ഫീറ്റില് 300 കിലോ. എല്ലാരും പറയണട്ടാ. എല്ലാരും ഒന്ന് കൈയടിച്ചാലല്ലേ. അപ്പോൾ ഏകദേശം കേക്ക് കട്ടിങ്ങിന് വേണ്ടി വരും കേട്ടോ. നമ്മളിവിടെ ശിവകാശി വെട്ടിലൂടെ ഒക്കെ സെറ്റാക്കുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുള്ള് വർണ്ണശബളമായ ഒരു വെടിക്കെട്ടും കൂടി ഇവിടെ ഉണ്ട്, നൈസായിട്ടുള്ള. അപ്പോൾ അതിനും കൂടി സാക്ഷ്യം വഹിക്കാൻ ഇതാ ഇത്രയും ആളുകൾ കാത്തിരിക്കുകയാണ്. മോനെ എജ്ജാതി ഓഡിയൻസിലെ
ഇൻ ടൈം ഫോർ കരിമരുന്ന് പ്രയോഗം. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് നേരത്തെ നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലായിട്ടാണ് കരിമരുന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല പൊട്ടണ പെടുന്നു. സഭയിൽ അതിമനോഹരമായ ഒരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു ഇവന്റ് ഇവിടെ പൂർണ്ണമായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.